അടുപ്പിച്ചിട്ട് പൊക്കിയിരുന്നേ. പയ്യ വലിക്ക്. ജോഡിയാണല്ലോ അവിടെ. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മളാണ്ട് കൊട്ടവഞ്ചി ചുമ്മിക്കൊണ്ട് പോവുകയാണ്. കണ്ടോ, നമ്മുടെ അനിയനും നമ്മുടെ ചേട്ടച്ചാരും ഉണ്ട്. നമ്മൾ അവിടെ കിടന്നെടുത്തുനിന്ന് വീണ്ടും എടുത്ത് തിരിച്ച് നേരത്തെ എടുത്തുകൊണ്ട് വന്നെടുത്ത് പോവാണ്. വെള്ളമൊക്കെ കയറി സെറ്റായിട്ടുണ്ട്. അവിടെ കൊണ്ടുവിട്ടിട്ട് നേരെ എപ്പോട്ട് കാസ്റ്റ് ചെയ്ത് പോകാനുള്ള ഉദ്ദേശമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണിക്കാം. വയസ്സുണ്ട്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചിയുടെ കറക്റ്റ് സൈസ്. നിങ്ങൾ സൈസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ, ഒരു 7-8 പേർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് പോകാം കേട്ടോ. ഇതിനകത്ത് കാസ്റ്റ് ചെയ്യാതെ അല്ലാതെ എല്ലാവർക്കും കൂടി ഇരുന്ന് സുഖമായിട്ട് പോകാൻ പറ്റും. ഈ എഡ്ജിലിരിക്കാൻ പറ്റും കേട്ടോ, ഈ സൈഡിലൊക്കെ ഇരിക്കാൻ പറ്റും. അതിന് വീതിക്ക് ഇറക്കിയിട്ടുണ്ട് വെളിയിലോട്ട്. അവിടെ ഇരുന്ന് നമുക്ക് പോകാം. കറക്റ്റ് 3 പേർക്ക് പ്രോപ്പറായിട്ട് കാസ്റ്റ് ചെയ്യാം. ഇന്ന് മീനൊക്കെ പിടിക്കുക ഒന്നുമില്ല, ഒന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് ഇന്ന് മീൻ പിടിക്കുക എന്തെല്ലാം ചെയ്യാം. മറിയത്തില്ല, പക്ക സേഫ്റ്റിയാണ്. നമ്മളതുകൊണ്ടാണ് വള്ളം എടുക്കുക ഡയറക്റ്റ് കൊട്ടവഞ്ചി വേണത് കേട്ടോ. ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചിയുടെ പ്രോപ്പറായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ റെസ്റ്റ് അപ്പോൾ കാഴ്ചയുണ്ട്. നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. സാധനം കൊട്ടവഞ്ചി ചുമ്മിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് വേണ്ട, നമ്മൾ വെള്ളമൊക്കെ കയറി നമ്മുടെ പാടവും പുഞ്ചയൊക്കെ നിറഞ്ഞ് സെറ്റായിട്ട് കിടക്കുവാണ്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ എവിടെയെങ്കിലും ഇറക്കും, നേരെ നമ്മുടെ സാധനം വെള്ളത്തിലിറക്കുക, കയറുക, പോവുക. തോളത്തൊന്ന് താഴെ ഇറക്കണം, അല്ല തോള് പോകും. ഇത് കണ്ടോ, സിമ്പിളായിട്ട് 2 പേർക്ക് കൊണ്ടുവരാനുള്ള വെയിറ്റേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്കും താഴെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇനി വെള്ളത്തിലിറക്കുന്നു, കാസ്റ്റ് ചെയ്യുന്നു, പോകുന്നു. നമ്മൾ ആ കാണുന്ന ലൊക്കേഷനിലാണ് കാസ്റ്റിങ്ങിനൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നേരെ ഇനി വെള്ളത്തിലിറക്കിയിട്ട് കാണാം. വയസ്സാണ്ട് നമ്മൾ കൊട്ടവഞ്ചി വെള്ളത്തിലിറക്കിയിട്ടുണ്ട്. വെള്ളത്തിലിറക്കിയപ്പോൾ ഒരു സൂപ്പർ ഒരു കാഴ്ച. ഇതുണ്ടോ, വരാലും കുഞ്ഞുങ്ങളും കണ്ടോ, അടിപൊളി. കൊട്ടവഞ്ചിയുടെ തൊട്ടറമ്പിലാണ് കിടക്കുന്നത് കേട്ടോ. കണ്ടോ, വലിയ വരാലുണ്ടായിരുന്നു. ഈ ഓളം അടിക്കുന്നത് കണ്ടിട്ട് അത് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ചേട്ടക്കാർ പോകുന്നു. ഓ പിടിക്കാം, അടിപൊളി. കണ്ടോ, വരാലും കുഞ്ഞുങ്ങളോട് കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടം പോലുണ്ട്. വരാൽ 2 ഉണ്ടായിരുന്നു. ഈ ഓളം അടിക്കുന്ന കണ്ടിട്ട് അത് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിങ് അവിടെ നിർത്താം. ഫസ്റ്റ് കാസ്റ്റിങ് ട്രയൽ. ഗൈസ്, നമുക്കൊരു സ്ട്രൈക്ക് മിസ്സായി കേട്ടോ. മീൻ ഏറെടുക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അയ്യോ, കയ്യിൽ പോകടാ. അയ്യോ, ഹാൻഡിൽ സ്ലിപ്പായി. അയ്യോ, ഹാൻഡിൽ സ്ലിപ്പായി പോയടാ കയ്യിന്ന്. എൻ്റെ ദൈവമേ, അമ്പടാ, ഹാൻഡിൽ സ്ലിപ്പായി പോയി. അറിയത്തില്ല, ഹുക്കായിരുന്നു. അല്ല, ഹുക്കായ പോവും, ലൂസ് ആയത് നമ്മൾ ചുറ്റിയില്ലെങ്കിൽ ലൂസായ അത് കുടയുമ്പോൾ പോവും. അതന്നെ, അടിക്കട്ടെ. അവിടെ തന്നെ ഇരുന്നോണം. ഫോളോ. ഒയ്യോ, എടാ, അത് ഏ സാധനമാണ്. സ്ലിപ്പാവോടാ എൻ്റെ. പൊങ്ങിയിട്ടില്ല സാധനം, മീൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, പോലെ അടുപ്പിച്ചിട്ട്
അടുപ്പിച്ചിട്ട് പൊക്കിയിടുവേ, അടുപ്പിച്ചിട്ട് പൊക്കിക്കോ. എന്റെ മോനെ കായ്സ് കിട്ടി കേട്ടോ. നമുക്ക് ഹെവി ഒരു സാധനം കിട്ടി, ഒന്നും പറയാനില്ല. പോയിസൺ. എന്റെ കർത്താവ്. പായസണ്ടേ, നമ്മൾ കൊട്ടാഞ്ചിയിൽ ഇറങ്ങി നമുക്ക് ഫസ്റ്റ് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. നല്ല ഹെവി അല്ല കിടുക്കൻ ഒരു ചെറുമീൻ അടിച്ചേക്കുന്നത് പോയിസണിലാണ്. ബ്രാവോടെ പോയിസൺ കണ്ടോ, മീനെ കണ്ടോ നിങ്ങൾ? മീൻ സൈസ് കണ്ടോ എൻ്റെ പൊന്നു മക്കളെ, അന്യ കിടുക്കാച്ചി സാധനം എന്തുവാടാ എന്താ ഊരാടാ പൈസണ്ട്. നല്ല ഏമാണ്ടാൻ ഐറ്റം, ഒന്നും പറയാനില്ല. ഒരു 2 kg എന്തായാലും മേളിലുണ്ട്. ഇതിൻ്റെ സ്പിന്നൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ല. ഹെവി സാധനം. അടിച്ചിരിക്കുന്ന ഫ്രൂ കണ്ടല്ലോ, പോയിസൺ അടിച്ച് വിഴിഞ്ഞ കേട്ടോ, ഒന്നും പറയാം. അടിപൊളി സാധനം, ഒന്നും പറയല്ല. കിടുക്കാച്ചി ചേറാൻ കണ്ടോ നിങ്ങൾ? സൈസ് കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നോ, ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം. അടിപൊളി ചേറാൻ. അടിച്ചിരിക്കുന്ന ഫ്രൂ പോയിസണാണ് കേട്ടോ. അപ്പം കണ്ടല്ലോ, നല്ല കിടുക്കാച്ചി സാധനം. അപ്പം ഇവനെ എടുത്ത് കൊല്ലിക്കകത്തിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് കൊട്ടാഞ്ചിയുടെ ഇറങ്ങിയാൽ എന്താ വെറുതെ ആയില്ല. ഓക്കെ, നേരെ അടുത്ത നെക്സ്റ്റ് കാസ്റ്റിംഗ് നോക്കട്ടെ. ഇന്ന് തകർക്കും നമ്മളിന്ന്. തുടക്കം ജഗജില്ലാടി ആയിട്ട്. പറഞ്ഞിട്ട് അറിയാമല്ലോ ഓരോരുത്തർ. ഞാൻ ഇറങ്ങി. എന്തോ പരിപാടിയാണോ? ഓ മൈ ഗോഡ്, എന്തുവാടാ അത്? എന്തുവാടാ അത്? ഇത് ഹാർഡാടാ, ഇത് ഹാർഡ്. ഇറങ്ങത്തില്ല, അടിക്ക് അപ്പഴേ കയറി. ഇതൊരു നടക്കി പോകത്തില്ലല്ലോ ഇവിടെ. എന്തോടാ അടിച്ച്? അതിനകത്ത് ഹോളിന്ന് അടിച്ചു. അടിച്ചോ? അയ്യേ, അയ്യ വലിക്ക്. അയ്യോടാ ഗൈസ്, നമുക്ക് ചെറുത്തേറൊരു മീൻ പോയി കേട്ടോ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ അവിടെ സാധനം കിടപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ ആ ഫ്രോഗ് നൈസ് ഫ്രോഗ് അത്. ഇനി അത് ജഗ ജമ്മൻ ചെയ്താ അടിക്കും അത്. എന്താ ഉക്ക് പോണ കൊടുക്കുന്നത്? അശ്ശേ, അതിന്റെ വായിലെങ്ങാണ് അത് തൊലഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. അത് ചത്ത് കാണും ചിലപ്പോ. അത് അയ്യ ഗൈസ്, നമുക്ക് രണ്ടാമത്തെ മീൻ അങ്ങനെ പോയിരിക്കുകയാണ് നമ്മുടെ. കറക്റ്റ് വഴി വെട്ടിയിട്ടേക്കുന്നതാണ്. ബൈക്ക് ശ്രദ്ധിക്കണ്ട അമ്പാൻ ഇതൊക്കെ. മീനടിച്ചിട്ടുണ്ട്. ഉടക്കി ഗൈസ്, മീൻ പോകല്ലേ വെച്ചേക്കുക. അനക്കൊന്നുമില്ല ഗൈസ്. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ മീനാണ്. അവിടെ ലോക്കായി, പക്ഷേ മീനുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല കേട്ടോ. മീനുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മൾ കൊട്ടാഞ്ചിയുടെ തുഴഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഉണ്ടോ ഏറ്റ്
വരാലാണോ? വരാണെങ്കിൽ വരാ കയറ്റിക്കോ. വിട്ട് 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 കണ്ണിക്കൂടെ കയറി ചേട്ടാ. നമ്മുടെ രണ്ടാമത്തെ മീൻ വയസ്സുണ്ട്. നമ്മുടെ രണ്ടാമത്തെ മീൻ പോയിസൺ, സോറി പാണ്ട. പോയിസൺ യൂസ് ചെയ്ത പോയിസൺ എന്നത് നമ്മുടെ പാണ്ടയിലാണ് അടിച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ മീൻ അടിച്ചാലെ കിടുക്കന് ഹുക്കപ്പോ രക്ഷയില്ല. കണ്ണിക്കൂടെ കയറി തുറക്കടാ. സ്പിന്നർ വിഴിഞ്ഞു കണ്ടോ. പൈസ നമ്മുടെ രണ്ടാമത്തെ ചേറാൻ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകാൻ നേരത്താണ് ഇത് കേട്ടോ, സന്ധ്യ ആയി വരുന്നു. പോകാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് കാസ്റ്റ് ചെയ്താണ്, ക്യാമറയൊക്കെ ഓഫ് ആയിരുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ചേറാൻ, അതും അന്യ സൈസ് മുടിഞ്ഞ നീളോ. നിങ്ങൾ ഇത് കണ്ടോ, എന്തോ സൈസൊന്നും നോക്കിക്കണ്ട്. അതിൻ്റെ വാലിൻ്റെ അവിടെയാണ് എൻ്റെ കാലിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ മീനിൻ്റെ നീളം നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. കണ്ട് ഏറ്റവും സൈസ് സാധനം, ഒരു രക്ഷയിലൊന്നും പറയില്ല കേട്ടോ, പൊളി. അപ്പോൾ ഇവനവിടെ കൊല്ലിയിലാക്കട്ടെ, ഞങ്ങൾ കയറും കേട്ടോ. അപ്പം ഗൈസ് കണ്ടേ നമ്മൾ രണ്ടാമത്തെ ദിവസം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാണ് നമ്മുടെ കൂട്ടുകാരനോട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പഴയ പോലെ തന്നെ കൊട്ടാഞ്ചി നമ്മൾ ഓൾറെഡി ഇന്നലെ 2 മീനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് എന്താ കിട്ടും നമുക്ക് നോക്കാം രണ്ടാമത്തെ ദിവസം. ഓക്കെ, നേരെ വീഡിയോയിലോട്ട്. ജോഡിയാണല്ലോ അവിടെ, ജോഡിയാ. അപ്പോൾ ഗൈസ് ഉണ്ട് നമുക്ക് നമ്മുടെ ചേട്ടച്ചാറ് കിടുക്കാച്ചി കൂടുതലത് 2 വാഹയുണ്ട് കേട്ടോ. എൻ്റെ അടിപൊളി കൂടിനകത്ത് കിട്ടിയ എമണ്ട 2 വാഹ കേട്ടോ. ചാക്കിങ്ങത് ഒരു കാരാമ കൂട്ടി കിട്ടിയ കേട്ടോ. പോളാം അമ്മ, നമുക്ക് വേണ്ട. പൊക്കടാ അവിടെ, പൊക്കടാ കുടഞ്ഞില്ല. ഒരെണ്ണം പഴുത്ത് കേട്ടോ. കൂടൊക്കെ വെച്ചാൽ ഒന്ന് നോക്കണ്ടായിരുന്നു. അയ്യേ ഞാൻ പിടിച്ചോ. വയസ്സാണ്ട് നല്ല ഹെവി ഒരു ചേറ സൈസ് ചേറാൻ കേട്ടോ. ഇത് ഇന്നലെ എടുത്ത് തന്നെ ഇതിനെ വളർത്തായിരുന്നു. ഒരു 2-2.5 കിലോ മേളിലുണ്ട് കേട്ടോ. കിടുക്ക് സാധനം ഉണ്ടോ, ലൈവായിട്ട് പിടിച്ച സാധനം കേട്ടോ. പ്രോഗ്രാമൊന്നുമല്ല അല്ലേ, അല്ലാതെ നമ്മൾ പിടിച്ചത് കൂടുതൽ പിടിച്ചടാ. എൻ്റെ മൊന്നെ അപ്പോൾ കൂട്ടിന്ന് കിട്ടിയ സാധനമാണ്. ചേർത്ത് കാര്യമാണ് ഇരിക്കുന്നത്. കാര്യം ഉണ്ടായിരുന്നു പൈസണ്ട് കണ്ടോ, കൂട് വെച്ച് പിടിച്ച കേട്ടോ. നമ്മുടെ ചേട്ടച്ചാരാണ് കൂട്ടി കിട്ടിയ സാധനം കണ്ടോ. ഏമണ്ട സാധനം, ഏമണ്ടൻ. പടക്കായിട്ട് ഒരു 2-3 കിലോ റേഞ്ച് അടുത്തുണ്ട് കേട്ടോ. അതുപോലെ സൈസ് കാണാം. നമുക്ക് ഇന്നലെ ചൂണ്ടലൊരെണ്ണം അടിച്ചില്ല, ഏകദേശം ആ സൈസൊക്കെ ഉണ്ട്. അടിപൊളി. 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം പഴുത്ത് പോയി കേട്ടോ. ഇതൊരു 1 കിലോ 1.5 കിലോ റേഞ്ചേ ഉള്ളൂ. പഴുത്ത് കളഞ്ഞേക്കട്ടെ. ബാഡ് സ്മെൽ ഗൈസ്. മാറ കളയട്ടെ. ശരിയാ, ആമോ എല്ലാം തിന്നോളൂ. ഗൈസ് നമ്മളാണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് കേട്ടോ. ഇപ്പം രണ്ടാമത്തെ ദിവസം നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ചേറാനും ഒരു വരാലും കിടപ്പുണ്ട്. മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കയറി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. തന്നെ ഇരുന്ന് കാണല്, ബാക്കിയുള്ളവരുടെ കാണണ്ടേ. നമ്മുടെ ഫിഷിംഗ് വീഡിയോസൊക്കെ കൊട്ടാഞ്ചിയ മപ്പ് വീഡിയോസാണ്. മീൻ കിടന്ന് ചാടുന്നത് കേട്ടോ. മീനെന്ന് പറഞ്ഞപ്പോൾ മീൻ കിടന്ന് തിത്തിത്താര കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേട്ടച്ചാരും നമ്മുടെ അനിയന്മാരും എല്ലാം കൂടെ കൂടിയൊരു നൈസായിട്ടൊരു ഗ്രില്ല്. ഇന്നലെ നമ്മൾ പിടിച്ച വാഹയുടെ അപ്പം ചെറിയൊരു ഭാഗമായിരിക്കും, അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടിച്ച് കയറി വാ. അപ്പോൾ ഓക്കെ, വാഹ ഗ്രിൽ അതാ പറഞ്ഞത്. പുക അടിച്ച് കഴിഞ്ഞാൽ മഴ വേറൊരു ടേസ്റ്റ് ആയിരിക്കും.
കളമാറുണ്ട് കേട്ടോ ആളെ സൗണ്ട്. ചൂടുണ്ട് ഈ സാധനത്തിന്. ഗ്രിൽ ചട്ടി ഗ്രിൽ ചട്ടി ഇതാണ് ഗ്രിൽ ചട്ടി. ചട്ടി ഗ്രില്ല്. പ്ലാൻ ബി, പ്ലാൻ എ പൊളിഞ്ഞിരിക്കുകയാണ്, പ്ലാൻ ബിയിലോട്ട് മാറിയിരിക്കുകയാണ്. അത്രേ ഉള്ളു. മറ്റേ കൈ മടിക്കണം ഇങ്ങനെ ശരിയായിട്ട് പെട്ടെന്ന് കെട്ടോ ചാര കൊട്ടിയിട്ട് പിള്ളേച്ചാ പ്ലേറ്റിനകത്ത് ഇരിക്കുന്നത്, പ്ലേറ്റിനകത്ത് അണ്ണ പ്ലേറ്റിനകത്ത് ഇരിക്കുന്നത്, പ്ലേറ്റിനകത്ത് ചേർമീൻ, ചേർമീൻ ഫ്രൈ, ബ്രെഡ്, പൊളി ഐറ്റം. ആ ഭയങ്കര ഏരിയാണ്, അടിപൊളി സാധനം. ഫോട്ടോ എടുക്കാനൊന്നും ഇല്ല, അല്ല എല്ലാം കൈയിട്ട് തീറ്റി തുടങ്ങിയത്. തലയില്ലായിരുന്നു, തല അവിടെ വാല് ഇവിടെ വെച്ച് നിരത്തി വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത്. അടിപൊളി സാധനം. വെച്ചിട്ടങ്ങ് പോകും.